ഡിജിറ്റൽ മാർക്കറ്റിംഗിൽ ഒരു കരിയർ നമ്മൾ ചൂസ് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് ഡിജിറ്റൽ മാർക്കറ്റ് നമുക്ക് എങ്ങനെ ഒരു ബെറ്റർ ആയിട്ട് ഒരു കരിയർ ബിൽഡ് ചെയ്യുക എന്നുള്ളത്. ഇപ്പം നമ്മൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സ് കഴിഞ്ഞ് നമുക്ക് എന്താണ് പ്രാക്ടിക്കലി മിക്കാര്യങ്ങളും ചെയ്യാൻ അറിയാം, നമുക്ക് സർട്ടിഫിക്കേഷൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഏതെങ്കിലും കമ്പനി ജോയിൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ അവിടെ ജോയിൻ ചെയ്യുന്നത് ചിലപ്പോൾ എന്താണ് ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് ആയിട്ടായിരിക്കും, അതല്ലാന്നുണ്ടെങ്കിൽ ഒരു സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് ആയിട്ടായിരിക്കാം. അപ്പം നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരു സാലറി നമ്മളൊരു ഫസ്റ്റ് ജോബിൽ കിട്ടണമെന്നില്ല. ഓക്കെ, നമ്മുടെ വർക്ക് ചെയ്ത് നമുക്ക് ഇപ്പോൾ 1-2 വർഷം എക്സ്പീരിയൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ മേ ബി എന്താണ് ഒരു നെക്സ്റ്റ് ഒരു കമ്പനിയിലോട്ട് പോകുന്ന സമയത്തായിരിക്കും നമുക്ക് എന്താണ് ഒരു ബെറ്റർ സാലറീസ് ഒക്കെ കിട്ടുന്നത്. ഇപ്പം നമ്മളെ കേരളത്തിലേക്ക് എടുത്തു കഴിഞ്ഞാൽ പല കമ്പനീസിലും ഒരു ബേസിക് സാലറീസ് ആണ് ഒരു ഡിജിറ്റൽ മാർക്കറ്റിങ്ങിനകത്തൊരു ഫ്രഷർക്കൊക്കെ അവർ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇപ്പം നിങ്ങൾക്കിപ്പം കേരളത്തിൽ ജോബ് ചെയ്യാൻ താല്പര്യമില്ല, നിങ്ങൾക്ക് എന്താണ് ഒരു അബ്രോഡ് പോകണമെന്ന് കരുതുക. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിലും നാട്ടിലൊക്കെ എന്താണ് ഒരു വർഷം അല്ലെങ്കിൽ മാക്സിമം ഒരു 2 വർഷമൊക്കെ വർക്ക് ചെയ്തിട്ട് പുറത്തോട്ട്, ഫോർ എക്സാമ്പിൾ ഇപ്പം എന്തെങ്കിലും ഒരു GCC കൺട്രീസ്, ഇപ്പം ദുബായോ അല്ലെങ്കിൽ നല്ല ഖത്തറിലോട്ടൊക്കെ പോകുന്നതായിരിക്കും കൂടുതൽ നിങ്ങൾക്ക് ബെറ്റർ. അപ്പം ദുബായിലോട്ടൊക്കെ വരുന്ന സമയത്ത് അപ്പം നിങ്ങൾക്ക് നാട്ടിലൊരു മിനിമം ഒരു 1 ഇയർ എങ്കിലും എക്സ്പീരിയൻസ് ആയിട്ട് വരുന്നതായിരിക്കും എപ്പോഴും നല്ലത്. നമുക്ക് പെട്ടെന്ന് ജോബ് കിട്ടാനും നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു സാലറി കിട്ടാനും നമുക്കൊരു മിനിമം ഒരു 1 ഇയർ എക്സ്പീരിയൻസ് എങ്കിലും നമുക്ക് വേണം.